എൻ്റെ പഠിച്ചോനെ സ്കൂളിലെ ദിവസം ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളക്കും അതുപോലെ തന്നെ അടുപ്പിനും ഗ്യാസ് അടുപ്പിനും ഈസിക്കും യാതൊരു റെസ്റ്റും ഇല്ല കേട്ടോ. ആദ്യം നമ്മളെ മൂത്ത കുട്ടീനെ കോളേജിലേക്ക് പറഞ്ഞേക്കട്ടെ, പിന്നെ ഇത് അടുത്ത 2 പേരും കൂടി പറഞ്ഞേക്കട്ടെ. എന്നാൽ നമുക്ക് വ്ളോഗായിട്ട് തുടങ്ങാമല്ലേ. അങ്ങനെ ഇത് അൽഹംദുലില്ലാ നേരം കൊളുത്ത് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് വരട്ടെ. പിന്നെന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ വെരിക്കോസ് ഉള്ള കാരണം ആദ്യം തന്നെ തൈലം തേച്ചിട്ടാ അടുക്കളയിലേക്ക് ഇറങ്ങാറൊന്നും. പിന്നെ അത് കോരി ചെരിയുന്ന മഴ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ചു എന്താ ഇപ്പം കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് കഴുകിയെടുക്കണേ. ചെറുപയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കാക്കാക്ക് വലിയൊരു പിടുത്തമില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, മസാല തേച്ച് വെച്ച മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാക്ക ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇതും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചെറുപയർ ഇട്ട് അതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും ഒരു ഉള്ളിയും കൂടി ഇട്ട്, പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അത്യാവശ്യത്തിന് ഉള്ളി, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തോണ്ട് അതാണ്ട് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. എനിക്കും നമ്മുടെ ഷിബിലിമോൻക്കും ഫിനിമോൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ചെറുപയർ. ഇക്കാക്കാട്ടോ കുറച്ച് പിടുത്ത കുറവുള്ളത്. അപ്പോൾ പിന്നെ ഇക്കാക്ക് മീൻ പൊരിച്ച് കൊടുക്കാൻ സ്പോട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വെച്ചുകൊണ്ട് പിന്നെ കുറച്ച് വിറക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടുക്കളയ്ക്ക് എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമ്മുടെ വിറക് വരേക്ക് വന്നതാണ് കേട്ടോ. നിങ്ങളിത് കണ്ടാൽ വിചാരിച്ചിട്ടുണ്ടാവില്ലേ എന്താണ് ഇപ്പോൾ ഇത് കട്ടനൊക്കെ ഇട്ടുകൊണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒന്നല്ല കേട്ടോ, നമ്മൾ വിറകെടുത്തക്കണം വരേണേ. ഞാനാണെന്നുണ്ടെങ്കിൽ വിറക് ആ സ്പോട്ടിലിട്ടേ എടുത്ത് വെക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളുടെ കൗണ്ടർ ടോപ്പിൽ താഴെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെതിൽ വരികയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ സ്പോട്ടിൽ ആവശ്യത്തിന് എടുത്ത് വെക്കാറാണ് കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് ഇവിടെ അങ്ങനെ ചെറിയ ഹോൾസുകളുണ്ട് കേട്ടോ ഷീറ്റിൽ. അപ്പോൾ അത് കാരണം പിന്നെ ഈ അടുക്കളയിൽ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഒന്നത് തുടച്ചെടുത്തു. അതിന് ശേഷം വിറക് മാത്രം പോലല്ല ചകിരി എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ അത് തപ്പി നോക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ പടിസാധനങ്ങളും ഓരോരോ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് ഞാനൊന്ന് എടുത്ത് വെക്കും, അപ്പോൾ ഇക്ക ഇടുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കും. അങ്ങനെയാണ് ആയിട്ടാണ് പിന്നെ കാണാത്തത് കേട്ടോ. പിന്നെ അതേ കറി ചെറുപയറല്ലേ, അപ്പോൾ പിന്നെ ചെറുപയർ കറിക്ക് ഒരു കോമ്പിനേഷൻ ദോശ തന്നെയല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചുട്ടെ. അപ്പോൾ അതേ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെച്ചു. അതിനത് ദോശ തന്നെ പിന്നെ കുറച്ച് ഉപ്പും ഇട്ടുകൊണ്ട് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് കേട്ടോ. അപ്പോഴത്തേനും ഇതേ കറിയായി. പിന്നെ ഇത് ചെറുപയർ ഒരിത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വേറെ വേവിച്ചാൽ വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് കിടിലൻ ഉപ്പേരി ഉണ്ടാക്കാനുള്ളതാണ്. അതുകൂടി നമ്മുടെ വ്ളോഗിലുണ്ട് കേട്ടോ. അങ്ങനത്തെ ദോശ ഓരോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടാ ചട്ടി നല്ലോണം ചൂടായിട്ടില്ല, വിറക് സ്പീഡ് പോരാ കത്തുന്നത് എന്നിട്ടാ. അപ്പോൾ പിന്നെ അത് ഒന്നും കൂടി ഒന്ന് കത്തിച്ച് കൊടുത്തോണ്ടത് ഒന്നും കൂടി പാരാണ് കേട്ടോ. അപ്പോഴും പോരട്ടോ, നല്ലോണം ചൂട് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അതേതായാലും ഇട്ടു. പിന്നെ അത് ഇങ്ങനെ വെറുതെ നിൽക്കല്ലേ, ആ സ്പോട്ടിൽ തന്നെ കേബേജ് അരിയാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ വേണ്ടി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ, ഇന്ന് നേരത്തെ പണി കഴിഞ്ഞ് വരും, പിന്നീടെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഫുഡിനുണ്ടാവുമെന്നും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ള വെറും ചോറും കൂട്ടാനും ഒന്നും ഉഷാറാക്കാമെന്ന് വിചാരിച്ചു ഷിബിലിമോൻ കൊടുത്തു വിടാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കേബേജ് 2 പച്ചമുളകും കൂടി ചോപ്പിലിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേബേജും എന്തുപ്പേരിയാലും ഒരു ടേസ്റ്റ് തോന്നൂല കേട്ടോ. പിന്നെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ടൈമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഇതൊക്കെ ഏറ്റവും നല്ലതാണേനും. അപ്പോൾ പിന്നെ ചോപ്പർ തന്നെ എടുത്തു കേട്ടോ. ഇപ്പോൾ അത് അടുപ്പ് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിച്ച ദോശ ഇത്, കാരണം നിറയെ ഹോൾസുള്ള ദോശയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ ഷിബിലിമോനെ എപ്പോഴും പറയും നിങ്ങളുടെ ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹലിൽ ഒന്നാകെ കാണും ഇതാണ് ദോശ എന്ന് അറിയിട്ട് ഷിബിലി. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കറി ഒപ്പിക്കണ്ടേ. അപ്പോൾ പിന്നെ മുരിങ്ങൻ്റെ ഞാൻ തലേന്ന് തന്നെ പിന്നെ ഊരി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അത് പരിപ്പ് നല്ലോണം കഴുകിയെടുത്തതാണ് കേട്ടോ. അതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ അത് ചോറിനുള്ള വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരി നല്ലോണം കഴുകിയിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ റേഷനരിയാണ് കേട്ടോ വെക്കുന്നത്. ഷിബിലിമോന് ഏതായാലും ട്യൂഷന് പോകുമല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് റേഷനരി വെച്ച്. പിന്നെ എന്നുണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളം വെച്ച് ഈസി വെക്കുമ്പോൾ. പിന്നെ എന്നുണ്ടെങ്കിൽ ഗ്യാസുമ്പോൾ പരിപ്പ് വെച്ചതായിരുന്നില്ല. പരിപ്പ് ഇതേ അത്യാവശ്യം നല്ലോണം വന്നിരുന്നു കേട്ടോ. ഒരു വിസിലാണ് കേട്ടോ അടുപ്പിച്ചത്. അത് മതിയല്ലോ, എളുപ്പം വേവണ പരിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഗ്യാസിൻ്റെ ഒരു അടുപ്പ് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതിനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണ്ടല്ലോ. അപ്പോഴത്തെ കേബേജ് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത്. അതൊരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും പൊട്ടിച്ചെടുത്തുകൊണ്ട് കേബേജ് അത്യാവശ്യത്തിന് ഉപ്പിട്ടുകൊണ്ട് അതാണ് മൂടി വെച്ചാട്ടോ. അപ്പോഴേക്കത് മുരിങ്ങൻ്റെ ഇല വന്നിരുന്നു. അപ്പോൾ അത് തേങ്ങ അരച്ചത് അതിലേക്കോട്ട് പാർന്ന് കൊടുത്തു കേട്ടോ. പിന്നെ അത് കേബേജ് നോക്കിയപ്പോഴത് അതും വന്ന് തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഇത്തിരി ചെറുപയർ വേവിച്ചെടുത്തിരുന്നില്ല, അതും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തുട്ടോ. എന്നിട്ടത് ഒന്ന് ഇളക്കി. പിന്നെ ഒരു ഇത്തിരി തേങ്ങയും 2 പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തുട്ടോ. അപ്പോൾ കേബേജ് നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റും അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്ക് നേരെ വെളുത്തപ്പോൾ ഒരു റെസ്റ്റും ഇല്ലല്ലേ. വീട്ടിൽ എത്ര അടുപ്പുണ്ടോ അതൊക്കെ കണക്കല്ലേ നേരെ വെളുക്കുമ്പോൾ. പിന്നെ അത് എന്ത് കറിയും കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഷിബിലിമാർക്ക് ഒരേ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, ഉമ്മച്ചിയെ പപ്പടമില്ല ഉമ്മച്ചിയെ ചോദിക്കൂട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും പപ്പടം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും 4 എണ്ണം ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഈ പപ്പട പാത്രമൊക്കെ നമ്മൾ ഷിബിലി
ഷിബിലിമോനക്കും ഫിലിമോൾക്കൊക്കെ മദ്രസയിൽ നിന്ന് നബിദിനത്തിന് സമ്മാനം കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ 5:15 അടുക്കളയ്ക്ക് വന്നിട്ട് ഏകദേശം 7:15 ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ഗ്യാസ് അടുപ്പിന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമല്ലോ. ഏതായാലും തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓയിലും പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ പിന്നെ ഓയിലൊക്കെ കട്ടായി കിടക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒന്ന് നിർത്തി വെച്ചു, പിന്നെ ഒന്ന് നോക്കിയിട്ട് ഉള്ളിലോട്ട്, അപ്പോൾ ഇനിയും കട്ടായി കിടക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പിന്നെ കടത്തി വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഉള്ള കച്ചറ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. എത്ര കച്ചറ ഇല്ലാന്നുണ്ടെങ്കിലും എനിക്കൊന്ന് അടിച്ചു വാരണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൈകൊണ്ട് കച്ചറകളൊന്ന് ഇലകളൊക്കെ ഒന്ന് പൊറുക്കിയിടെങ്കിലും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നില്ലേ, വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നില്ലേ. അങ്ങനത്തെ മുറ്റടിച്ചാലൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഫിനിമോളെ വിളിച്ചോണ്ടാൻ വേണ്ടി വന്നാട്ടെ. ഷിബിലിമോനെ എണീറ്റ് ഫ്രഷ് ആവലൊക്കെ തുടങ്ങിയിട്ടാ. അപ്പോൾ അവളെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടി വെച്ച് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒന്നുകൂടി മൂടി പൊതിച്ച് കിടന്നാട്ടെ. അപ്പം ഞാൻ ഇനി എണീറ്റ് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്ത് ചെയ്തു, ഞാൻ അടുക്കളയിലോട്ട് തന്നെ പോന്നു. ഞാൻ പിന്നെ അവർ രണ്ടുപേരും എന്ത് കാര്യത്തിനും നിർബന്ധിക്കില്ല. നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അവരും അതുപോലെ തരും. പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ ദേഷ്യം വരില്ലേ. അപ്പം ഞാൻ ചെയ്യും, നല്ല രീതിയിൽ പറയും. അപ്പോൾ രാവിലെ കൂടിയല്ലേ, രാവിലെ ആകുമ്പോൾ അവർക്കും അവരുടെ മൂഡ് ഒന്നും ശരിയാവില്ല. അപ്പം നല്ല രീതിയിൽ പറയുമ്പോൾ അവരും തന്നെ അതേപോലെ ചെയ്യൂട്ടെ. ഇത് പിന്നെ 2 പേരുടെയും പാത്രങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ വന്നിട്ട് കഴുകിയിട്ട് ഇവിടെ അങ്ങനെ വെക്കാറ്. പിന്നെ സ്കൂൾക്ക് പോകുന്ന ടൈം ആയി കഴിഞ്ഞാൽ അതെടുക്കും. അങ്ങനത്തെ ഫിനിമോൾ 2 മിനിറ്റ് കൂടി കിടന്ന് അവൾ എണീറ്റ് വന്നിട്ടാ. നല്ല റാത്തോടക്കത്തിൻ്റെ എണീറ്റ് വന്നത്. അപ്പോൾ അതെ ഞാൻ ബ്രഷ് ചെയ്യാനും കുളിക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ ഫിനിമോൾ കുളിച്ച് കുട്ടപ്പനായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ എന്തൊക്കെയും വെച്ച് ഉണ്ടാക്കിക്കണമെന്ന് ചോദിക്കുന്നുട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്നിട്ടോ. അപ്പോൾ പറഞ്ഞു ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ട്, എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായും കടി കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് റാത്തേക്കുണ്ട്. പിന്നെ മീൻ നന്നാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവരെ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ അത് അവനക്കുള്ള ചോറൊക്കെ റെഡിയാക്കട്ടെ. അപ്പം ഞാൻ ചോറൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെക്കൂട്ടെ. കുട്ടികൾ ആരെങ്കിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഇന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് 7:45 തന്നെ ചോറും കറികളും കൂട്ടാനും ഉപ്പേരും പപ്പടും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇപ്പോഴേക്ക് എല്ലാം ആയും വെച്ച്, മറ്റേത് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ സ്കൂൾക്ക് ഒപ്പിക്കാറല്ലേ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഒക്കെ ആവില്ലേ. ചിലവരിങ്ങനെ പറയുന്നത് കാണാം, ഇന്ന് കുട്ടികൾ പോകുമ്പോഴേക്കും ഒന്നും ആയില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ എണീറ്റ് ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്താലല്ലേ അവർക്ക് ആ ടൈമിൽ കഴിക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മൾ വീട്ടിലിരുന്നിട്ട് ഉച്ചയ്ക്ക് എല്ലാ കൂട്ടാനുകളൊക്കെ കൂട്ടി ഇങ്ങനെ തിന്നുക. നമ്മളെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയോ പിന്നെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടാവും നമ്മൾ സ്കൂൾക്ക് പറഞ്ഞേക്കാം. അപ്പോൾ അതൊരു ഇതല്ലേ. എനിക്ക് എൻ്റെ മനസ്സിലെന്താ, നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ എന്താണോ തിന്നുന്നത് അത് നമ്മളെ കുട്ടികളും തിന്നണം, അതാണ് കേട്ടോ. അപ്പോൾ ഫിനിമോളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് ദോശയും ചെറുപയർ കറിയും മതി, അവൾക്ക് അതും ആക്കി കൊടുത്തു. അങ്ങനത്തെ ഷിബിലിമോൻ്റെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ പെട്ടി എടുത്തോണ്ട് അവന് പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ മൂത്ത കുട്ടിയില്ലേ, മൂത്ത കുട്ടി ആദ്യം തന്നെ കോളേജിലേക്ക് പോയിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ കുറച്ച് ടൈം വരെ പണി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരുപാട് പണികളുള്ളതാണ്. മക്കൾ പോകുമ്പോഴേക്കും ഒക്കെ റെഡിയാവും വേണ്ടേ. അങ്ങനെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളെന്തെന്ന് റോട്ടുമൊക്കെ വരുന്നില്ല എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. ഇന്ന് വരുന്നില്ല, ടൈമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഫിനിമോൾക്കാണെന്നുണ്ടെങ്കിൽ 8:30 വണ്ടി വരും, അവനക്കാണെന്നുണ്ടെങ്കിൽ 7:45 പോകും വേണ്ടേ. അങ്ങനെ അവനും പോയി ഫിനിമോൾക്കുള്ളത് കൊടുക്കാനേ. രാവിലെ എണീറ്റുണ്ടെന്നുണ്ടെങ്കിൽ പമ്പരം തിരിയും പോലെ തിരിയാണ് അടുക്കളയിലല്ലേ. നിങ്ങളും ഇതുപോലൊക്കെ 2ഉം 3ഉം കുട്ടികളൊക്കെ ഒരേ സമയം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെയാണ് കാരണം രാവിലത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ കമൻ്റ് ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ഫിനിമോളുടെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ചെയ്യാനുള്ളത് ചെയ്യണം കേട്ടോ. അവളൊന്ന് ഷാള് വേണം അമ്മച്ചി എന്ന് പറഞ്ഞിട്ട്, എന്താ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് ഒരു ഷാളാണ് കൊടുത്തിട്ടോ. അപ്പോൾ അതിട്ട് കടകാട്ടാണേ. അങ്ങനത്തെ സ്കൂൾക്ക് പോകുമ്പോൾ നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് 2 പേരും കൂടി പോന്നു. ഇവിടെയാണ് എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കതേ വണ്ടിയും വന്നു കേട്ടോ. ട്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഷിബിലിമോൾ ലൈൻ ബസ്സിലല്ലേ പോവുക. അപ്പോൾ ഫിനിമോൾക്ക് ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിട്ടാ. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനത്തെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയത് നമ്മളെ കോര മീനായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചു. പിന്നെ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടിച്ചു വരുന്നത്. അപ്പോൾ അടിച്ചതിൻ്റെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മഴയാണെന്നുണ്ടെങ്കിൽ രാവിലെ നല്ല മഴയായിരുന്നു, പിന്നെ ഒന്ന് നിന്നു കേട്ടോ. പിന്നെ ഞാൻ തുറക്കാനെത്തിയപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ പിന്നെ സ്കൂൾക്ക് കുട്ടികൾ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് കുടുങ്ങല്ലേ. അപ്പോൾ പിന്നെ പണി അവിടെ നിൽക്കും ചെയ്യും. പിന്നെ 10:15 ആയപ്പോഴേക്കും ഇക്ക വന്നു കേട്ടോ. ഇക്കാൻ്റെ കുളി ഒക്കെ കഴിഞ്ഞിട്ട് 10:48 ആയിട്ടാ. ഇക്ക പള്ളിക്ക് പോകുമ്പോൾ നേരത്തെ തന്നെ പോകാൻ കേട്ടോ. ആൾ വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ ജുമക്ക് നേരത്തെ പോകുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.